ഞാൻ നിന്റെ അന്നേ പറഞ്ഞു വെള്ളം അടിച്ചെടുക്കണം ഫണ്ടും പൈസ എടുത്ത് കൊടുക്കാനെന്ന്. ഇതിപ്പോ എന്തെടുത്തിട്ട് ഉണ്ടാക്കും പരിപാടി? കയ്യിലാണ് 4 അണയില്ല. അപ്പൊ എന്റെ പൊന്നരുണെ, നീ ഒന്ന് മിണ്ടാതിരി. ഒറ്റ വെച്ച് നാട്ടുകാരെ കൂടെ അറിയിക്കല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞാ പ്രശ്നം. എടാ ഒറ്റ സാധനം അറേഞ്ച് ചെയ്തിട്ടില്ല. സമയമാകുമ്പോ എന്തായാലും നാട്ടുകാർ മൊത്തം അറിയും. അപ്പൊ ആര് കള്ളൻ? ഞാനും നീയും. ഞാനാ? അത് നീയും ഇവിടെ ഒരുമിച്ചാലല്ല ഫണ്ട് മൊത്തം പിരിച്ചത്. ഇപ്പൊ നാട്ടുകാരെ വേണ്ടി നമ്മള് കള്ളന്മാരായി. നീ ഒന്ന് പേടിപ്പിക്കടേ. നില്ല്, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. നന്ദു എന്താ അച്ഛനാ? ഞാനാ? നിന്റെ സൗകര്യത്തിന് നീ എന്തോ പറ. ഇന്നത്തേക്ക് കണ്ട വല്ല അറേഞ്ച് ചെയ്തായിരുന്നു? ഇല്ല. അതിന് എന്തൊരു പ്രത്യേകത? എടാ ഇന്നാണ് ഓണം. അതിന് ഓണം കഴിഞ്ഞ ആഴ്ചയല്ലേ? അതാ അടുത്ത ആഴ്ച. എന്തോ കൂടിയ മാട്ട സാധനമാണ് അടിച്ചിരിക്കണെന്ന് മനസ്സിലായി. അതൊക്കെ പോട്ടെ, നീ ആ മാവേലിക്കിടുള്ള ഡ്രസ്സ് എടുത്ത് എവിടെ വെച്ചിരിക്കണേ? അയ്യേ എടാ, ഇത് പ്രശ്നവും. ഇവിടെ പിള്ളേർ കൂട്ടി എല്ലാവരും ഉള്ളതിന് അങ്ങനത്തെ ഒരു തോർത്തെങ്കിലും എടുത്തോണ്ട് വരാൻ പറ. നീയാ വെള്ളം അവനാ വെള്ളം. ഇവിടെ ഇങ്ങോട്ട് മാറിടുന്ന അവന്റെ കുത്തി കൊടുമാല പുറത്തിറക്കും. കണ്ടാ അവന്താ എല്ലാം അറേഞ്ച് ചെയ്തു. എടാ അവ ഫിറ്റ് ആയതുകൊണ്ടോ ഒന്നും മനസ്സിലാകത്ത. ഞാൻ ചോദിച്ചു എടാ പോലെ മാലയിൽ പോയി. എപ്പോടാ അതേലൊന്ന് പറ. ഇപ്പൊ അവളും അവളെ അനിയത്തിയും കൂടെ ആക്റ്റീവില് പറന്ന് വരണ കണ്ട എന്റെ പൊന്ന് സാറേ. അയ്യേ ഇവ ഒരു നടക്ക് പോകാൻ തോന്നലടായിരുന്നേ. ഞാൻ ഒരു വഴി കാണണിട്ട്. ആര് പറഞ്ഞു വഴി? മറങ്ങ നേരെ പോയി ഇടത്തോട്ട്. അവിടെയാണ് അവളെ വീട്. എന്റെ അരുണേ, നീ എന്നെ നോക്കണ്ട. എനിക്ക് ഒന്നാമത്തെ കാര്യം എടുത്തിരിക്കുകയാണ്. എടാ ഒരൊറ്റ സാധനം അറേഞ്ച് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ആൾക്കാരുടെ എന്തിനും എടുത്ത് കൊടുക്കും. കൊടുക്കാൻ പായസവും ഇല്ല, പൂവും ഇല്ല, ഒരു പൂന്തളിരും ഇല്ല. ആര് പറഞ്ഞു ഇല്ല? പൂന്തളി രാവിലെ അമ്പലത്തിൽ നിന്ന്. ഓ അപ്പൊ അടിക്കണേ മുന്നേ അമ്പലത്തിലൊക്കെ പോയല്ലേ? അമ്പലത്തിന്റെ പിറകിരുന്നായി. ഓ എടാ ഈ കഴിവേറിയുടെ ബാക്കിലക്കാരെ കൊണ്ട് കിടത്തിട്ട് അവിടെ വായിൽ കുറച്ച് തൈര് എടുത്ത് ഒഴിച്ചിട്ട് അടിച്ച് കരട് പെരുത്ത് വരെ ഇടും. തൈര് വേണ്ട, കുറച്ച് വെള്ളം കിട്ടിയിട്ട് ബാക്കിയും കൂടെ അടിക്കുക. നിനക്ക് ഈ ഉണ്ടാക്കി ഒന്നും പോരെ. അവൻ്റെ അച്ഛനെ കൊട്ടിക്ക് അവൻ്റെ ഒരു വെള്ളം വല്ല ആറ്റിലും പോയി ചാടാ. പിന്നെ എങ്ങനെ അടി ചെയ്ത് വിടാൻ പറഞ്ഞത്? വിടടാ, ഇത് പറഞ്ഞിട്ട് വല്ല കാര്യം കേട്ടോ. എടാ ഓണത്തിന്റെ ഫണ്ട് കൊണ്ട് കളഞ്ഞിട്ട് ഇരിക്കുകയാണ്. എടാ നീ അളിയാത്തിരി കൂളാവാതെ വിട്. എടാ കാണിക്കണ കണ്ടാടാ ഇവന്. അളിയ ഇതിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഞാനും കള്ളൻ, നീയും കള്ള, അവരും കള്ളൻ. കള്ളനാ? എന്തായാലും കള്ളനാണ്. എനിക്ക് ആകെ ഇനി പറയാൻ നിന്റെ അടുത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇരിക്കണ കുപ്പിയില്ല, അത് കിട്ടുമോ ചോദിച്ചു. ഇളയ വൃത്തിക്കുന്നത്. എടാ പോട്ടാ, നീ അത് കത്തിച്ചില്ല. കത്തിച്ച് വലിക്കടാ പോട്ടാ. ഞാൻ വലിച്ചെത്ത എന്റെ ഭാര്യയും പറഞ്ഞ നീ ചിലവിനോട് കൂടാ. അപ്പൊ കുടിച്ചാ ചാവൂലടാ, കള്ള കുടിയാ. എടാ മണ്ട, കുടിച്ചാ മൂത്രം ഒഴിക്കൂ. വലിച്ചത് ഏത് വഴി കൂടെ പോ. എന്തൊക്കെ പറഞ്ഞാലും നീ ചതിയനാണ്, ചതിയൻ. എന്റെ കള്ളനെ ഒന്ന് പറയണടാ. അവൻ എന്റെ കള്ളാണ്. കറള അവിടെ അല്ലേ? അവൻ എന്റെ കള്ളാണടാ. എടാ അവിടെ ഹൃദയമുണ്ട്. ഇല്ല കറള എവിടെയാടാ? സ്വർഗറാണ്. ഏത് ഈ കള്ളനെ? എന്നെ കള്ളാന്ന് വിളിക്കരുത്. ഓ ഇന്നെ ഓണത്തിന്റെ ഫണ്ട് നോക്കി നിന്നെ ഞാൻ പിണറായി വിജയാന്ന് വിളിക്കാം. മുത്തിനൊന്നും പറയണടാ, സ്വർഗറാണ്. എന്റെ അച്ഛന് പോലും എൻ്റെ അടുത്ത് ഇത്ര സ്നേഹമില്ല ചേട്ടാ. പറയടാ മുത്തേ. ഇതിന്റെ പേരിലുള്ള എല്ലാ പ്രത്യാഘാതങ്ങളും ഞാൻ ഏറ്റെടുക്കും. അരുത് കരളെ, അരുത്.
ഇത്തരം വലിയ കർമ്മങ്ങളിലൊന്നും നീ ഏർപ്പെടരുത്. ഇതെല്ലാം ഞാൻ ഏറ്റെടുക്കും. നീ ഒറ്റൊരുത്തരാണ് എല്ലാത്തിനും കാരണം. ആ പാവ കൊച്ചിന്റെ തലയിൽ കൂടെ വെള്ളം എടുത്തൊഴിച്ച് വലിയ വല്ല പിടിച്ച മുത്തേ പൂക്കളവരുടെ തുടച്ചാളെ. ഇത്രയും സ്നേഹമുള്ള ചേട്ടനോട് എനിക്കൊരു സത്യം തുറന്ന് പറയണം. നീ പറയടാ. ഈ തെണ്ടി ചേട്ടൻ ഇല്ലാത്തപ്പോ ചേട്ടന്റെ വീട്ടിന്റെ പിന്നാമ്പുറത്തൂടെ പോണ ഞാൻ കണ്ട്. നീ എന്തിനാടാ പിന്നാമ്പുറത്തൂടെ പോയത്? നിനക്ക് മുല്ലാപ്പുറത്തൂടെ പോകൂടെ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ചേട്ടൻ ഇല്ലാത്തപ്പോ ചേട്ടന്റെ വീട്ടിൽ കേറിയവൻ ചേട്ടന്റെ ഭാര്യയെ കാണാൻ. ചേട്ടന്റെ ഭാര്യ വീട്ടില്ല. ഇവന്മാരിത് ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും?